കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ ഓവലിലെ പിച്ച് ക്യൂറേറ്ററെ കൃത്യമായി തേച്ചൊട്ടിച്ചു, നല്ല പ്രകോപിതമായി സംസാരിച്ചു. അതിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ട്. സായിപ്പിന്റെ പ്രകോപനം ഒരുമാതിരി അയാളുടെ ഒരു ധാർഷ്ട്യത്തോടെയുള്ള ഒരു പ്രതികരണമൊക്കെയാണ് ഇതിലേക്ക് നയിച്ചത്. കൃത്യമായ കാരണങ്ങളുണ്ട്. ആ ഒരു കാരണം നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി. ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൃത്യമായി മനസ്സിലാകും ഈ കാര്യം. അയാൾ ഈ മാഞ്ചസ്റ്ററിൽ നമ്മുടെ അവരുടെ ക്രിക്കറ്റ് ടീം ഉണ്ടല്ലോ, അവരുടെ ടീം ഇന്ത്യക്കാരോട് കാണിച്ച ആ ഒരു ധാർഷ്ട്യം, ഇന്ത്യ ടീമങ്ങളോട് കാണിച്ച ധാർഷ്ട്യം ഇവർ ഗ്രൗണ്ടിൽ വന്നപ്പോൾ ഈ സായിപ്പന്മാർ പിന്തുടരുന്നു എന്നാണ് തോന്നുന്നത്. ഇതിന് പ്രമുഖമായ ഒരു ഇർഫാൻ പത്താന്റെ ഒരു ട്വീറ്റും ഉണ്ട്. അതും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ഗംഭീർ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രതികരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പ്രതികരിക്കാൻ കാരണമുണ്ടെന്നേ. ഇത് ഞാൻ നിങ്ങളുടെ വീഡിയോ ചെയ്യാൻ കാര്യം ഒറ്റ കാര്യമുള്ളൂ. അതായത് പലരും വിമർശിക്കുന്നത് കേട്ടു. ഗൗതം ഗംഭീർ, ഹി ഈസ് എ ഹെഡ് കോച്ച് ഓഫ് ഇന്ത്യൻ ടീം, ഹി ഈസ് റെപ്രസെന്റിങ് അവർ കൺട്രി, സോ ഹി ഹാവ് ടു റെസ്പോണ്ട് ലൈക്ക് എ മെച്യൂർഡ് പേഴ്സൺ ആൻഡ് ഹി ഹാവ് ടു ബി കാം, സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ കുറെ സംഭവം അങ്ങനെ കേട്ട്. പക്ഷേ അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. നാം സായിപ്പന്മാരുടെ മുമ്പിൽ എപ്പോഴും അടി വിറവ് പറഞ്ഞു നിൽക്കണോ? അതൊന്നുമില്ല. ഇന്ത്യ ഒരുപാട് വളർന്നു കഴിഞ്ഞു. അതായത് ഈ 2023 ഒരു സംഭവം ഉണ്ടായിരുന്നു. ബ്രണ്ടൻ മക്കല്ലവും ഈ പറയുന്ന ഈ ഒരു പാർട്ടിക്കുലർ പേഴ്സൺ തന്നെ ആ ഗ്രൗണ്ടിൽ ഒരുമിച്ച് പിച്ചിൽ നിൽക്കുന്ന ഒരു പടം, ആഷസ് പരമ്പരയ്ക്കിടെയാണ് പടം. അതായത് നമ്മുടെ ഗൗതം ഗംഭീറും നമ്മുടെ സീതാംശു കൊട്ടക്, അതായത് ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലകനടക്കം പിച്ച് പരിശോധിക്കാൻ ചെല്ലുന്നു. ആ ഒരു സമയത്ത് അവർ ഇട്ടിരുന്നത് സ്പൈക്സ് ആയിരുന്നില്ല, സാധാരണ ഷൂ. അതായത് പിച്ചിന് ഒരു കേടുപാട് സംഭവിക്കുന്ന ഒരു ഷൂ ആയിരുന്നു. അവർക്ക് പിച്ചിൽ നിന്ന് കയർ കെട്ടിയാക്കുന്ന 8 അടി അകലത്തിലേക്ക് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അതായത് 2.5 മീറ്റർ അകലത്തിലേക്ക് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിച്ച് കംപ്ലൈന്റ് ആവും. 2023 ഇംഗ്ലണ്ട് കോച്ച് ബ്രണ്ടൻ മക്കല്ലത്ത് കയറി പിച്ച് നിർത്തിയ ആളാണ്ട് ഈ പറയണത്. അത് കേൾക്കണം. ഓട്ടെ, പക്ഷെ അതായിരുന്നു പ്രതികരിക്കാൻ കാരണം? അതല്ല പ്രതികരിക്കാൻ കാരണം. ഗംഭീർ IPL കോച്ചല്ല ഇങ്ങനെ പ്രതികരിക്കുന്നു ആയിരുന്നു എന്ന് പറയുന്നവരോട് മാത്രമാണ് കുറെ പേര് ഗംഭീറിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ അതിനുശേഷം ഇന്ത്യ ഒരു നെറ്റ്സിൽ പരിശീലനം നടത്തുന്നു. അതായത് ഇന്ത്യയുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഐസ് ബോക്സുമായിട്ട്, റിഫ്രഷ്മെന്റ് പാനീയങ്ങളുമായിട്ടൊക്കെ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഗ്രൗണ്ടിലേക്ക് കയറുന്നു. ഈ പിച്ച് ക്യൂറേറ്റർ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? അവരെ ശകാരിക്കണെന്നേ. അവരെ ശകാരിച്ചു, കൃത്യമായി ശകാരിക്കുക മാത്രമല്ല അവരെ തടയാണ്. എന്നിട്ട് ഇയാൾ ഇത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയണം. അത് ഈ ഐസ് ബോക്സുമായിട്ട് വന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ മാത്രമല്ല ഇന്ത്യൻ ടീമിന് ഒപ്പം ഉണ്ടായിരുന്ന കുറച്ച് ഒഫീഷ്യൽസിനെ കൂടി ഇയാൾ തടയാണ്. എന്നിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയണം. ആ ഒരു സമയത്താണ് ഗംഭീർ ഇതിനെതിരെ പ്രതികരിച്ചതെന്നാണ് എനിക്ക് വാർത്തകളിലൂടെ മനസ്സിലായത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ. കാരണമാണ് ഞാൻ പറഞ്ഞത്. കാര്യം ഞാൻ വായിച്ച വാർത്തകളൊക്കെ വേണമെങ്കിൽ ഞാനൊരു സ്ക്രീൻഷോട്ട് വെക്കാം. എന്താ പറയുന്നതെന്ന് അറിയാമോ? ഇവൻ കേട്ടില്ല, ശകാരിക്കും, ഞാൻ റിപ്പോർട്ട് ചെയ്യും. അപ്പൊ ഗംഭീർ പ്രതികരിച്ചു, നിങ്ങൾ കേവലം ഒരു ഗ്രൗണ്ട് മാൻ ആണ്, യു ആർ ജസ്റ്റ് എ ഗ്രൗണ്ട് മാൻ. അതെ, അയാൾ ഒരു ഗ്രൗണ്ട് മാൻ ആണ്. ഞങ്ങൾ ഇന്ത്യൻ ടീമിന്റെ ഒഫീഷ്യലി ഹെഡ് കോച്ചാണ്. എനിക്ക് അതിന്റെ ഒരു ഇതുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ഇത് പോയി റിപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചെയ്യും, ഞങ്ങൾ കാണിച്ചോളാം. നിങ്ങൾ ഞങ്ങളുടെ ഈ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് യാതൊരു റൈറ്റും ഇല്ല. അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റി? ഇവൻ മാറി നിൽക്കാൻ പറഞ്ഞു. കഴിഞ്ഞ ആശ്വാസ പരമ്പരയുടെ ഇടയിൽ 2 നീതിയാ ഒരു കാര്യത്തിന്. എനിക്ക് തോന്നുന്നല്ല, ക്രിക്കറ്റ് ഇപ്പോഴും സ്നേഹിക്കുന്ന മലയാളികളെ 80 കാലഘട്ടത്തിൽ ജനിച്ചവർ, 90 കാലഘട്ടത്തിൽ വളർന്നവർ, നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. നമ്മൾ എന്തോരം ക്രിക്കറ്റിന് നെഞ്ചിലേറ്റ് നടത്തിയിട്ടുണ്ട്. 2002 പിള്ളേർക്ക് നമ്മുടെ കൂടെ കൂടാട്ടോ. പക്ഷെ പറഞ്ഞതല്ല, ആ ഒരു സമയത്ത് ക്രിക്കറ്റിന് ഒരു അതിപ്രസരം കേരളത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ പറഞ്ഞത്. ആരായാലും അങ്ങനെ പ്രതികരിച്ചു പോകില്ലേ? തന്റെ കൂടെ നിൽക്കുന്നവരെ എന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഗൗതം ഗംഭീർ. സഞ്ജു സാംസണൊക്കെ 2 തവണ ഡെക്ക് പോയിട്ട് ഗൗതം ഗംഭീറാണ്. അദ്ദേഹത്തെ ടീമിലുണ്ടാണ്. 1-2 മാച്ചുകൾ കൊണ്ടൊന്നും അദ്ദേഹത്തിന് കഴിവില്ലാതായി പോകുന്നില്ല എന്ന് പറഞ്ഞ് കൂടെ നിർത്തിയാലാണ്, സൂര്യകുമാർ യാദവിനെ കൂടെ നിർത്തിയാലാണ് ഗൗതം ഗംഭീർ. ഒന്നോരോ വിമർശനങ്ങൾ കേട്ടു. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലി ഇങ്ങനെയാണെന്നേ. അല്ലാതെ പിന്നെ എങ്ങനെയാ പ്രതികരിക്കേണ്ട? ആ ഒരു സമയത്ത് ഇതിനെപ്പറ്റി ഇൻഫാം പത്താൻ കൃത്യമായി കൊടുത്ത ഒരു ട്വീറ്റ് ഉണ്ട്. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ നൽകാം. ബ്രിട്ടീഷുകാർ ഇപ്പോഴും വിചാരിക്കുന്നത് ഇന്ത്യ ഒരു കോളനിയാണെന്നാണോ? അല്ലെങ്കിൽ അവരുടെ ഒരു കോളനി സ്വഭാവം ഇപ്പോഴും പോയിട്ടില്ല എന്നാണോ? അദ്ദേഹത്തിന്റെ ട്വീറ്റിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. ഞാൻ സ്ക്രീൻഷോട്ടോടെ കൊടുക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്താണെന്നും ഒന്ന് പറഞ്ഞതിലും. അപ്പോ ഇന്ത്യയിൽ ഇരുന്നിട്ട് ഈ നമ്മളുടെ ഗംഭീറിനെ ഇങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ല. ചില കാര്യങ്ങൾ വിമർശിക്കുകയാണെങ്കിൽ ടെക്നിക്കൽ സൈഡൊക്കെ മോശമാണെങ്കിൽ, എക്സ്പെർട്ട് ആണെങ്കിൽ വിമർശിക്കാൻ ചിലപ്പോൾ അതൊക്കെ വിമർശിച്ച് പോകും. പക്ഷെ സായിപ്പ് ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ അതേ നാണയത്തിൽ ഗംഭീർ പ്രതികരിച്ചത് നന്നായി എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അത്തരത്തിൽ തന്നെ അതും ഗംഭീർ എവിടെ കിടക്കുന്നു, ഹെഡ് കോച്ച് എവിടെ കിടക്കുന്നു, ഇയാൾ എവിടെ കിടക്കുന്നു, ഗ്രൗണ്ട് പരിശോധിക്കാൻ നമുക്ക് അധികാരമില്ലേ? കാരണം ഒരു പിച്ചിന്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി അതാണ്. പക്ഷെ അയാൾ ഗ്രൗണ്ട് സ്റ്റാഫ്. ഇതിന്റെ പിന്നിലെ കാരണം ഇത് അന്വേഷിച്ചുകൂടാ? അല്ല, അദ്ദേഹത്തിന് ഈ പിച്ച് ക്യൂറേറ്റർക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു. അവരോട് കാര്യം പറഞ്ഞ് ഒരു സഹിഷ്ണുതയോടുകൂടി അല്ലെങ്കിൽ ഒരു വിവേകത്തോടുകൂടി കാര്യം പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. ഇനി
അല്ലാതെ ഇയാളേതാണ്ട് ഒരു ദാസ്യം കാണിച്ച മനോഭാവം ആവുമ്പോൾ ഗംഭീർ ഇത്തരത്തിൽ രീതിയിൽ പ്രതികരിച്ചതിനും ഈ സായിപ്പിനോട് ഇങ്ങനെ പെരുമാറിയതിന് എന്താണ് തെറ്റ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്നും ഗംഭീറിന് ഈ കാര്യത്തിൽ 100% കയ്യടി അല്ലെങ്കിൽ 100% സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം. ഇത്തരത്തിൽ ക്രിക്കറ്റ് വാർത്ത ഇത്തരത്തിലുള്ള രീതിയിൽ സാധാരണക്കാർ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. ഇത്തരം രീതിയിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാകും. പക്ഷെ ഗംഭീർ എന്നും പറഞ്ഞുകൊണ്ട് ഗംഭീരിനി എന്തെങ്കിലും കാര്യം ടെക്നിക്കലായിട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ അത് തെറ്റായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗംഭീർ ഇവിടെ തന്നെ വന്ന് ഈ മാധ്യമത്തിലൂടെ തന്നെ ഒന്ന് വിമർശിക്കും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇന്ത്യൻ ഹെഡ് കോച്ച് ടീം ഗൗതം ഗംഭീറിനൊപ്പം നിന്നുകൊണ്ട് അടുത്ത വീഡിയോ കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാ മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്കും നമസ്കാരം. ബൈ.